വാർത്തകൾ തുടരുകയാണ്. കൊച്ചി നെട്ടൂരിൽ ചെരിഞ്ഞ ഫ്ളാറ്റിന് സമീപം മൃതദേഹം കണ്ടെത്തി. കരിമുകൾ സ്വദേശിയായ 51-കാരൻ സുഭാഷാണ് മരിച്ചത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മരട് നെട്ടൂരിൽ കുണ്ടന്നൂർ പാലത്തിനരികിലുള്ളതാണ് ഈ ചെരിഞ്ഞ കെട്ടിടം, ഫ്ളാറ്റ് എന്ന് പറയുന്നത്. വർഷങ്ങളായി തന്നെ ഇവിടെ ആൾതാമസമില്ല. കാരണം നിർമ്മാണത്തിൽ തന്നെ ചെരിഞ്ഞതോടുകൂടി അവിടെ കെട്ടിടത്തിന് പ്രവർത്തനാനുമതി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ മറ്റ് ഫ്ളാറ്റ് സമുച്ചയങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല. ഈ ഒരു ഭാഗത്താണ് മൃതദേഹം കണ്ടത്. മുകളിൽ നിന്ന് താഴത്തേക്ക് വീണതാകാമെന്ന് കരുതുന്നു. കൈക്കും ഒപ്പം തന്നെ കാലിലുമെല്ലാം പരിക്ക് പറ്റിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായത്. ഈ സുഭാഷ് പലപ്പോഴും ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് ഏറെ നാൾ മാറി നിൽക്കാറുള്ള ഒരാളാണ് എന്നാണ് ഈ വിവരം അറിഞ്ഞ് വിലാസത്തിൽ അറിയിച്ചപ്പോൾ അവിടെ വന്ന ബന്ധു പറഞ്ഞത്. അങ്ങനെ മാറി നിൽക്കുകയും കുറച്ചുനാൾ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും താമസിച്ചിരിക്കാം, അന്നപ്പോൾ അവിടെ നിന്ന് കാല് തെറ്റി വീണതാകാം എന്ന ഒരു സൂചനയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും വിശദമായ ഒരു അന്വേഷണത്തിനും ശേഷമായിരിക്കും കൃത്യമായ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. എന്നാൽ പൊതുവെ ആളുകൾ ഈ ഭാഗത്തേക്ക് എത്താറില്ല. സാധാരണ നിലയിൽ മറ്റ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ചില മേഖലകളിൽ ഇതിന്റെ പരിസര ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായും തന്നെ കാട് പിടിച്ചതും പാമ്പുകളുടെയും തെരുവുനായ്ക്കളുടെയും എല്ലാം തന്നെ വികാര കേന്ദ്രമായ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിൽ ദുരൂഹതയും വർദ്ധിക്കുന്നുണ്ട്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭിക്കൂ എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി ജിജീഷ്. കൊച്ചി നെട്ടൂരിൽ ചരിഞ്ഞ ഫ്ളാറ്റിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കരിമുകൾ സ്വദേശിയായ 51-കാരനാണ് മരിച്ചത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കം ഉണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക.